ശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേതയാണിത്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിലെ പിണറായി യൂണിറ്റ് എന്ന ഘടകത്തിൻ്റെ ആസ്ഥാന മന്ദിരമായ വിമുക്ത ഭവന്റെ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനും എല്ലാവിധ സഹകരണത്തിനുമായാണ് പിണറായി എന്ന പേരും പെരുമയുമുള്ള ഒരു ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഇതുപോലെ ഒരു മന്ദിരം നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച യൂണിറ്റ് ഭാരവാഹികളോടും മെമ്പർമാരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൃതജ്ഞത അറിയിക്കട്ടെ. കൂടാതെ ഈ സംഘടനയുടെ മുൻകാല സാരഥികളായ പിണറായി യൂണിറ്റ് മുൻ പ്രസിഡന്റ് ശ്രീ പി ബാലൻ നായർ സാർ അവർകളെയും അതുപോലെ തന്നെ പിണറായി യൂണിറ്റിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്ന ശ്രീ വടവതി രാജു അവർകളെയും പ്രത്യേകം കൃതജ്ഞത അറിയിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞാൻ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വിമുക്ത ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എക്സ് സർവീസ് ലീഗ് കണ്ണൂർ ജില്ലയുടെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ വത്സരാജ് മടയമ്പത്ത് അവർകളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പിണറായി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ദാമോദരൻ സാറിനെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ KSEL താലൂക്ക് പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ KS ജയപ്രകാശ് സാറിനെ പിണറായി യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിൽ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കണ്ണൂർ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ KK വിജയൻ അവർകളെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഏവരെയും ഒരിക്കൽ കൂടി ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കാൻ ശ്രീ ദാമോദരനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സുനിൽകുമാർ, അതുപോലെ തന്നെ യൂണിറ്റിൽ നിന്ന് ക്ഷണിതാക്കളായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രകാശ് സർ, ശ്രീധരൻ സർ, പ്രിയപ്പെട്ട യൂണിറ്റ് മെമ്പർമാരും രൂപേഷ്, കതിരൂർ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള രൂപേഷ് സർ, അതുപോലെ തന്നെ ക്ഷണിതാക്കളായിട്ട് ഇവിടെ മറ്റുള്ള യൂണിറ്റിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ നമസ്കാരം. നമ്മളിന്ന് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന ഈ യോഗം പിണറായി യൂണിറ്റിൽ പുതുതായിട്ട് നമ്മൾ എക്സ് സർവീസ്മാൻ പിണറായി യൂണിറ്റിൻ്റെ ഭാരവാഹികളായ എല്ലാവരും ചേർന്നിട്ട്, അതായത് ടോട്ടൽ ഏകദേശം 40 മെമ്പർമാരുണ്ട്. അതിൽ 22 പേരും വന്നിട്ട് യൂണിറ്റിൻ്റെ പുറത്തും മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുമായിട്ട് നിൽക്കുകയാണ്. വെറും 18 മെമ്പർമാർ ഉൾക്കൊള്ളുന്ന ഒരു യൂണിറ്റാണ് ഈ യൂണിറ്റ്. ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും കൂടി പ്രവർത്തിച്ചിട്ട് ഇത്തരം ഒരു സംരംഭം ഉണ്ടാക്കി തീർത്തത് വലിയ കഷ്ടപ്പാടോടുകൂടിയാണ്. അതിൽ മിക്കവാറും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കിട്ടിയതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി തീർക്കാൻ നമ്മൾക്ക് സാധിച്ചു. ഈ സ്ഥാപനം വരും കാലത്ത്
നമ്മുടെ എക്സ് സർവീസ്മാൻ പിണറായി യൂണിറ്റിൻ്റെ എല്ലാ മെമ്പർമാർക്കും എല്ലാ സഹധർമ്മിണിമാർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാർച്ച് മാസത്തോടു കൂടിയാണ് നമ്മൾ ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടി RCM ലവ് സ്കൂളിൽ ഒരു മീറ്റിംഗ് ചേർന്നത്. അന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ശ്രീ ക്യാപ്റ്റൻ കൃഷ്ണൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സംഘടന വന്നിട്ട് അതിന് ശേഷം രൂപപ്പെട്ട് ഈ രൂപത്തിൽ ആയി. അന്ന് ഉദ്ഘാടനം ചെയ്ത സമയത്ത് RCM ലവ് സ്കൂളിൽ നമ്മൾക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ മീറ്റിംഗ് കൂടാനോ സൗകര്യമില്ലാതെ അതിൻ്റെ വരാന്തയിലും പുറത്തും ഗ്രൗണ്ടിലുമായിട്ട് നമ്മൾ യോഗം ചേർന്നുകൊണ്ടാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ആ സംഘടന വളർന്ന് ഇന്ന് ഏതാണ്ട് 40 മെമ്പറുള്ള ഒരു സംഘടനയായി. ഈ യൂണിറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ഈ പ്രയാണത്തിൽ അടുത്ത 1, 2, 3 മാസത്തിൻ്റെ ഇടയിൽ ഈ പിണറായി പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും എക്സ് സർവീസുകാരെയും മെമ്പറാക്കിക്കൊണ്ട് വിപുലമായ ഒരു നല്ല ഒരു യൂണിറ്റാക്കിയിട്ട് ഇതിനെ മാറ്റുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാ നാട്ടുകാരും എല്ലാ എക്സ് സർവീസുകാരും എല്ലാ പ്രദേശത്തുള്ള മുഴുവൻ ആളും നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിൽക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇത് കൂടാതെ ഉദ്ഘാടനം കഴിഞ്ഞ ഈ ബിൽഡിംഗ് ഇനി മുതൽ എല്ലാ എക്സ് സർവീസുകാർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആഴ്ചക്കൊരു ദിവസം മീറ്റിംഗ് കൂടുവാനോ എല്ലാവർക്കും വന്ന് അവരവരെ മെമ്പർഷിപ്പ് എടുക്കുവാനോ അല്ലെങ്കിൽ സ്പർശ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് അവതരിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ആയിട്ടുള്ള സഹായം നമ്മളിൽ കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ടും ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. മറ്റ് വിപുലമായ കാര്യങ്ങൾ സെക്രട്ടറിയും അതേസമയത്ത് വന്നിട്ട് മത്സരാജ് സർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. അവർ വന്നിട്ട് ഈ പറഞ്ഞ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. തുടങ്ങി ഒട്ടനവധി പേർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെല്ലാം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ യോഗം ചേരുന്ന സമയത്ത് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണപിള്ള സാറിൻ്റെ കൂടെ ഞാനും കൂടി ഉണ്ടായിരുന്നു. ദാമോദർ സാറ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അന്ന് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചും കാര്യങ്ങളായിരുന്നു RCM സ്കൂളിലുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ സംഘടനയ്ക്ക് ഈ യൂണിറ്റിന് രൂപം കൊണ്ടത്. അതിനുശേഷം ജില്ലയിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഒട്ടുമിക്ക പരിപാടികളിലും നിറസാന്നിധ്യം ഇല്ലെങ്കിലും ആരെങ്കിലും ഒരാൾ ദാമോദരേട്ടനോ വേറെ ആരെങ്കിലും ഒരാൾ പങ്കെടുക്കാറുണ്ട്. അന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ദാമോദരേട്ടൻ ഇതേ കാര്യങ്ങളാണ് പറയൽ. 40 പേര് മെമ്പർ ഉണ്ടെങ്കിലും കൂടി എൻ്റെ മുമ്പിൽ 8 or 10 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ആളുകളും പുറത്താണുള്ളത്. അത് യാഥാർത്ഥ്യമായിരുന്നു. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ എല്ലാം നിസ്സാന്ത പരിശ്രമം, ആത്മാർത്ഥ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നമ്മളിന്ന് കാണുന്ന ഈ ബിൽഡിംഗ് രൂപം കൊണ്ടിട്ടുള്ളത്. എന്നാൽ സംഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഒട്ടനവധി വിമുക്തപട സംഘടനകളുണ്ട്. എൻ്റെ അറിവിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ മാത്രം കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 9 വിമുക്തപട സംഘടനകളുണ്ട്. എന്നാൽ വിമുക്തഭടന്മാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടാനും പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കാനും നടത്തുന്ന ഒരേ ഒരു സംഘടന കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മാത്രമാണ്. എനിക്കത് തിട്ടം തീർന്ന് പറയാൻ പറ്റും. തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ
നവംബർ 1-ാം തീയതി കഴിഞ്ഞ വർഷം നവംബർ 1-ാം തീയതി ECHS നിർത്തലാക്കിയപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല അതിനെപ്പറ്റി അന്വേഷിക്കാൻ. എന്നാൽ റീജിയണൽ സെൻറ്റർ കൊച്ചിയുമായി നിരന്തരം ബന്ധം പുലർത്തി അത് വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം പരിശ്രമിച്ചു. അത് വീണ്ടും പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ 23 വർഷമായി തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നമ്മുടെ എംപാനലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല പ്രാവശ്യമായിട്ട് അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പറയും, ഇതാ 1.25 കോടി കിട്ടാനുണ്ട് വലിച്ചാട, അടുത്ത ആഴ്ച നമ്മൾ നിർത്താൻ പോവാണ്. 2 കോടി കിട്ടാനുണ്ട്, ഇതാ നിർത്താൻ പോവാണ്. പക്ഷേ അതിൽ അവസരോചിതമായി റീജിയണൽ ഡയറക്ടേഴ്സും MD ECHSുമായി സംസാരിച്ച് ആ പൈസയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആ ഹോസ്പിറ്റലിനെ നിലനിർത്താൻ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന് സാധിച്ചിട്ടുണ്ട്. അതേമാതിരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ECHS നിർത്തലാക്കിയപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഒരു വലിയൊരു റാലി, ECHS നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു റാലി നമ്മൾ മറ്റുള്ള സംഘടനകളുടെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു റാലി നടത്തുന്നുണ്ടായിരുന്നു. കുറഞ്ഞത് 3000-ൽ പരം ആൾക്കാർ ആ റാലിയിൽ പങ്കെടുത്തു. ആ റാലിയുടെ റിപ്പോർട്ട് ആ റാലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ അതിൻ്റെ വീഡിയോ ഡൽഹിയിലുള്ള ഇൻ്റലിജൻസ് ബ്യൂറോന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സംഘടന ശക്തമായ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, കണ്ണൂർ DSC സെൻറ്ററിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഇപ്പോൾ ഇന്ന് കാർ പാർക്ക് ചെയ്യുന്നില്ലേ, ആ കോൺക്രീറ്റ് ചെയ്ത കാർ പാർക്കിംഗ് ഏരിയ ഒരു 5 വർഷം മുമ്പ് എന്തായിരുന്നത് എല്ലാവർക്കും അറിയാം, വെറും ചളിക്കുണ്ടായിരുന്നത്. ആ ചളിക്കുണ്ടായ പ്രദേശം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി എക്സ് സർവീസ് ലീഗ് ഇവിടെ KNK ഏരിയ GOC വന്ന സമയത്ത് നമ്മുടെ ECHSൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ് ഞാൻ നിവേദനം കൊടുത്തത്. ആ നിവേദനം കൊടുത്തപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷൻ കമാൻഡർ പറഞ്ഞു, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, അത്ര വലിയ ഫണ്ടൊന്നും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ അനുവദിക്കേണ്ട, KNK ഏരിയ കമാൻഡർക്കാണ് ഞാൻ നിവേദനം കൊടുക്കുന്നത്, ആ നിവേദനം ഞാൻ കൊടുക്കുന്നു. അങ്ങനെ ആ നിവേദനം കൊടുത്ത് 3-ാമത്തെ ദിവസം KNK ഏരിയയിൽ നിന്ന് സിഗ്നൽ മെസ്സേജ് വന്നു, ആ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് അയക്കാൻ. ഉടനെ തന്നെ അവർ 25 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് അയച്ചു. അടുത്ത ആഴ്ച ആ എസ്റ്റിമേറ്റ് പാസ്സായി അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ അപേക്ഷിച്ചു, 25 ലക്ഷത്തിൻ്റെ വീണ്ടും എസ്റ്റിമേറ്റ് പാസ്സായി. അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന ആ പാർക്കിംഗ് ഏരിയ, കോൺക്രീറ്റ് പാർക്കിംഗ് ഏരിയ. ഇപ്പോൾ ഞാൻ അതിന് വീണ്ടും നിവേദനം കൊടുത്തിട്ടുണ്ട്, അതിന് റൂഫിംഗ് ഇടണം, കാർ പാർക്കിംഗ് ഏരിയ റൂഫിംഗ് ചെയ്യണം, അതും നമുക്ക് നടക്കും. അതേമാതിരി ECHSലേക്ക് നാം പോകുന്ന റോഡ് എല്ലാവർക്കും അറിയാം, ECHS പോകുന്നവർക്ക് മഴക്കാലത്ത് വെറും ചെളിക്കുണ്ടായിരുന്നത്. അതിനുവേണ്ടി നിവേദനം കൊടുത്തപ്പോൾ സ്റ്റേഷൻ കമാൻഡർ പറഞ്ഞു, ഇത് എൻ്റെ പരിധിയിലല്ല, അത് കണ്ടോൺമെൻറ്റിൻ്റെ ആണെന്ന്. ഉടനെ കണ്ടോൺമെൻറ്റിലുള്ള ഓവർസിയറെ കണ്ട് അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയാതെ കൊണ്ടാണ്, നമ്മുടെ ഇഷ്ടംമാതിരി പൈസയുണ്ട്, നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ കഴിഞ്ഞ മഴക്കാലത്താണ് അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. അതിൻ്റെ പണി ഇനിയും പൂർത്തിയായിട്ടില്ല. ആ റോഡ് താറിടുകയും ചെയ്യും. അങ്ങനെ ECHSലേക്ക് പോകാനുള്ള വഴി കൂടെ പൂർത്തിയാക്കാൻ നമ്മുടെ സംഘടനയുടെ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതേമാതിരി ECHSൻ്റെ അകത്തുള്ള ഒരു ക്യാൻറ്റീൻ, എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടാവും. വളരെ വൃത്തികേടായിട്ടുള്ള ഒരു ക്യാൻറ്റീനായിരുന്നു അത് MH CO ആയിട്ട് സംസാരിച്ച് CO ഒരു ദിവസം അവിടെ വന്ന്, ഞാനും കൂടെ ഉണ്ടായിരുന്നു, അവരോട് പറഞ്ഞു വൃത്തിയായിട്ട് വെക്കണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, സാർ ഇത്രയല്ലേ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ വൃത്തിയായിട്ട് വെച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വൃത്തിയാക്കുന്നു, ആ ക്യാൻറ്റീൻ നടത്തുന്നവനോട്. അതിനുശേഷം ആ ക്യാൻറ്റീൻ നിങ്ങൾക്ക് പറയാം, നല്ല വൃത്തിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ നമ്മളാരും ചായ കുടിക്കാൻ അവിടെ കൂടുതൽ ആൾക്കാർ പോകാത്തതുകൊണ്ട് അതിനകത്ത് കൂടുതൽ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതേമാതിരിയാണ് DSC ക്യാൻറ്റീൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങളൊരു നല്ല നിലയിലുള്ള ഒരു ക്യാൻറ്റീൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ ക്യാൻറ്റീൻ MEGക്കാരായിട്ടുള്ള 4 എക്സ് സർവീസ്മാനാണ് അത് നടത്തുന്നത്. അപ്പോൾ അവർക്കും നിവേദനം കൊടുത്ത് ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അടുത്ത നിവേദനം കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കണ്ണൂർ DSC ക്യാൻറ്റീൻ്റെ മുമ്പിലുള്ള അവിടെയുള്ള ചായയും കടിയും എല്ലാം വളരെ നല്ല വൃത്തിയിലുള്ളതും അവർ ഷീൻ ബേക്കറിയിൽ നിന്നാണ് അതൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മുടെ അടുത്ത ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പുറത്തിരുന്നിട്ട് കുടേൻ്റെ അടിയിലിരുന്നിട്ട് വെയിലത്തും മഴയത്തുമാണ് അത് കഴിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് റൂമുണ്ട്, പണ്ട് ക്യാൻറ്റീൻ നടത്തിയിരുന്നത്. ആ റൂമിലേക്ക് ക്യാൻറ്റീൻ മാറ്റണം എന്നുള്ള നിവേദനം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അവിടുത്തെ അഡ്ജുറ്റൻ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അഡ്ജുറ്റൻ്റ് പറഞ്ഞ് നിങ്ങൾ നിവേദനം കൊടുത്തോ, അടുത്ത ടെൻഡർ കൊടുക്കുമ്പോൾ ആ റൂമിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ടെൻഡർ കൊടുക്കാൻ. അതേമാതിരി തന്നെ ഞാൻ തളിപ്പറമ്പ് യൂണിറ്റിൻ്റെ ജനറൽ ബോഡിയിൽ പോയപ്പോഴാണ് നമ്മുടെ DSC ക്യാൻറ്റീനിലുള്ള ഈ ട്രോളി ഉന്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, കല്ലിൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ള ഒരു മഹിളാ മെമ്പർ എന്നോട് പറഞ്ഞത്. ഉടനെ അതിന് നിവേദനം കൊടുത്തു. പിറ്റേ ദിവസം തന്നെ ഇപ്പോൾ നിങ്ങൾ കാണാം, ഒരു മാറ്റിട്ടില്ല അവിടെ,
ട്രോളി ഉന്തി കൊണ്ടുവന്നിട്ട് പുറത്തുള്ളൊരു മാറ്റ് ഇട്ടിട്ടാണ് അത് നമ്മളുടെ ഇടപെടലിനെ തുടർന്നാണ് ഉണ്ടായത്. അതേമാതിരി നമ്മൾ അഭിമുഖീകരിക്കുന്ന വിമുക്തോടന്മാർ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നമായാലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയും താലൂക്കിൻ്റെ അണ്ടറിലുള്ള നിരവധി യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളും ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ആകെ മൊത്തം 44 ഇതേമാതിരി പിണറായിമാരിയുള്ള 44 സബ് യൂണിറ്റ്സുകളാണുള്ളത്. 5 താലൂക്കുകളുണ്ട്. പയ്യന്നൂർ, തളിപ്പറമ്പ്, തലശ്ശേരി, ഇരിട്ടി, കണ്ണൂർ ഈ 5 താലൂക്കുകളിലായി 44 യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഒരു വിമുക്തോടൻ മരണമടഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായ ഡീസൻറ്റ് ലാസ്റ്റ് റൈറ്റ്, അതായത് നല്ല നിലയിലുള്ള ഒരു വിട ആ വിമുക്തോടന് നൽകണമെന്നുള്ളത്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നൽകാൻ വേണ്ടി ഓർഡർ ഉണ്ടെങ്കിലും അത് കണ്ണൂർ ജില്ലയിൽ നടപ്പിലായി വരുന്നില്ല. ഏതാണ്ട് നടപ്പിലാവുന്നത് നാവിക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഏഴിമല നാവൽ ബേസിൽ നിന്ന് 2 പേര് വന്നിട്ട് അവർ ഫ്ലാഗൊക്കെ ഇടുന്നുണ്ട്, റീത്ത് വെക്കുന്നുണ്ട്. അതേസമയത്ത് ആർമിക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ആരും വരുന്നുമില്ല, ചെയ്യുന്നില്ല. നമ്മളത് ഇടപെട്ടപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം 7 പേരൊക്കെ മരിക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ 7 സ്ഥലത്തായിട്ട് ആളെ അയക്കാനുള്ള മെൻ പവർ ഞങ്ങളുടെ അടുത്തില്ലാണ്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. നമ്മൾ സംഘടന ഒരു യൂണിഫോം, അതായത് ഒരേ മാതിരി ഒരു ഏകീകൃത ലാസ്റ്റ് റൈറ്റ്സ് ഏകീകൃത മാതൃകയിൽ ഒരു അന്ത്യം നൽകണം എന്നുള്ളത്. അതിപ്പോൾ ഈ ജനുവരി 26-ാം തീയതിയോടുകൂടി എല്ലാ യൂണിറ്റുകളിലും പ്രാബല്യത്തിൽ വരും. അതായത് നമ്മുടെ സംഘടനയുടെ ഫ്ലാഗ് പതിപ്പിക്കും. അതിനുശേഷം യൂണിറ്റിൻ്റെ വക ഒരു റീത്ത്, താലൂക്കിൻ്റെ വക ഒരു റീത്ത്, ജില്ലയുടെ വക ഒരു റീത്ത്, 3 റീത്ത് വെക്കും. ഇപ്പോൾ അരമണിക്കൂർ മുമ്പേ പെരളശ്ശേരി യൂണിറ്റിൽ ജില്ലാ കമ്മിറ്റിയുടെ റീത്ത് സമർപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അതേമാതിരി ഇനി എല്ലാ യൂണിറ്റുകളിലും നടക്കും എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. അതേമാതിരി സ്പർശ സംബന്ധിച്ച കാര്യങ്ങൾ, ഈ യൂണിറ്റ് ഇപ്പോൾ ഇത്രയും നല്ല ബിൽഡിങ്ങായി ഇതിനെ എത്രമാത്രം പോഷിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ അത്രമാത്രം പോഷിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും താലൂക്ക് കമ്മിറ്റിയിൽ നിന്നുള്ള എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. അതായത് ഞങ്ങളുടെ മാതൃസംഘടന എക്സർവീസ് ലീഗിൻ്റെ കൂടെ ഒരു പോഷക സംഘടനയായി ഒരു മഹിളാ വിങ് പ്രവർത്തിക്കുന്നുണ്ട്. ആ മഹിളാ വിങ് എല്ലാ യൂണിറ്റിലും ഇല്ല, എന്നാൽ ഉള്ള യൂണിറ്റുകളിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കണ്ണൂർ ജില്ലയിൽ 7-8 തിരുവാതിര ടീമുണ്ട് നമുക്ക്. ആ തിരുവാതിര ടീം പല ക്ഷേത്രങ്ങളിലും പോയി തിരുവാതിര അവതരിപ്പിച്ച് മെഡലും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കരുവള്ളൂർ അങ്ങനെയുള്ള കുറച്ച് യൂണിറ്റുകൾ. അതേമാതിരി മഹിളാ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ പല യൂണിറ്റുകളിലും യോഗ ക്ലാസ്, ടൈലറിംഗ് ക്ലാസ്, അതേമാതിരി കുക്കറി ക്ലാസ്, അതേമാതിരി ഈ മ്യൂറൽ പെയിൻറ്റിങ്, ഇങ്ങനെയുള്ള പല സംഗതികളും നടത്തുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഇവിടെ മഹിളായും രൂപീകരിച്ചതിന് ശേഷം നമുക്ക് തുടങ്ങാൻ പറ്റും. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പിന്നെ സംഘടന എന്തിനാണെന്ന് ചില ആൾക്കാരുള്ള ചില ചോദ്യമുണ്ട്. സംഘടന എന്തിനാണെന്ന് ചോദിച്ചാൽ, സംഘടനയുടെ ആവശ്യം വരുമ്പോൾ മാത്രമാണ് സംഘടന ആവശ്യം. അല്ലെങ്കിൽ എപ്പോഴും ഒരാൾക്ക് സംഘടനയുടെ ആവശ്യം വരുന്നില്ല. ജീവിതകാലത്ത് ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ ആ സംഘടനയിൽ മെമ്പറായിരുന്നാൽ അതിൻ്റെതായ പ്രയോജനം നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. ഇന്ത്യൻ എക്സർവീസ് ലീഗിൻ്റെ പ്രസിഡന്റ് എന്നോട് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യൻ എക്സർവീസ് ലീഗ് എന്താ ചെയ്യുന്നത്, എന്താ അതിനുള്ള പ്രയോജനം, ഞാൻ തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം എനിക്ക് തന്ന മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ MLA-മാർ MP-മാരെ ഒക്കെ തിരഞ്ഞെടുത്ത് വിടുന്നുണ്ട്, അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? ശരിയാണ് അവർ പറയുന്നത്. നമ്മൾ കണ്ണൂർ ജില്ലയിൽ ECHS എംപാനൽ ഹോസ്പിറ്റലിൻ്റെ കുറവുണ്ട്. ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിലുള്ള 14 ഹോസ്പിറ്റലുകളിൽ നിരന്തരം പോയി അവരെ കാല് പിടിക്കുന്നവർ സംസാരിച്ചിട്ട് കൂടെ ഒരു ഹോസ്പിറ്റലിൽ കൂടെ വരാൻ തയ്യാറായിട്ടില്ല. എന്നാൽ അവസാനമായി തയ്യാറായത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ, അതേമാതിരി കോഴിക്കോട് ബേബി മെമ്മോറിയൽ. ഈ 2 ഹോസ്പിറ്റലും എംപാനൽമെൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടി എല്ലാ ചികിത്സകളും ഇല്ല. അതായത് സെലക്റ്റീവ് ഐറ്റംസ്, അവർ സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് മാത്രമേ അവർ എംപാനൽ ചെയ്യാൻ തയ്യാറാവുന്നുള്ളൂ. നമ്മൾ മുഴുവൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ച് ഓർത്തോ ഒരാളുടെ കയ്യോ കാലോ ഒടിഞ്ഞ് എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഒരു ഒറ്റ ഹോസ്പിറ്റലില്ല. ആകെ കൂടിയുള്ളത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാത്രമാണ്. അതിനും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചാല മിംസുമായി ബന്ധപ്പെട്ട്
കഴിഞ്ഞ 9 മാസമായി ചാല മിംസ് ഹോസ്പിറ്റൽ അതിൻ്റെ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രോസസ്സിങ് ഇപ്പോൾ വളരെ സങ്കീർണമായിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മുമ്പേ പ്രോസസ്സിംഗ് ഒക്കെ പേപ്പറിൽ ഫില്ല് ചെയ്ത് കൊടുക്കലായിരുന്നു. ഇപ്പോൾ അത് ഓൺലൈനിലാക്കിയപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് അറിയുന്ന ആൾക്കാരാരുമില്ല. ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ആൾക്കാരന് അതിൻ്റെ വ്യക്തമായ രൂപമില്ല. അതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എംപാനൽ ഹോസ്പിറ്റലിൽ ചാല മിംസിൻ്റെ അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ മനസ്സിലായത് ഇനിയും 6 മാസം പിടിക്കുമെന്നാണ് പറയുന്നത് ചാല മിംസിൻ്റെ. അതേമാതിരി നമുക്ക് ആശങ്ക വകയുള്ളത് ഒരു ഹോസ്പിറ്റൽ കൂടെ വരുന്നുണ്ട്. അതായത് സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. അത് കുറേ അങ്ങോട്ടാണ്. ദൂരമായാലും എല്ലാ ചികിത്സയും ഉണ്ടെങ്കിലും നമുക്ക് അവിടെ പോകാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടുന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്ര പേര് മംഗലാപുരത്ത് പോകുന്നുണ്ട്? മംഗലാപുരത്തുള്ള എല്ലാ ഹോസ്പിറ്റലും എംപാനൽമെൻ്റാണ്. അതുകൊണ്ട് മംഗലാപുരത്താണ് മിക്കവാറും ആൾക്കാരും പോകുന്നത്. അതുമാതിരി ഈ കരുവഞ്ചാൽ ഹോസ്പിറ്റലിൽ വരാൻ സാധ്യതയുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഉപകാരപ്രദം. അതുകൊണ്ട് ഈ മന്ദിരം ഉണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ വിമുക്തവട സഹോദരങ്ങൾക്കും അതുപോലെ അതിനുവേണ്ടി സഹായങ്ങൾ നൽകിയ മുഴുവൻ ആളെയും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് എങ്കിലും കൂടി ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയം. KSCSL പിണറായി യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. 1999 ആഗസ്റ്റ് 15-ന് ആർസിമല UP സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തിയ വിമുക്തപട കൂട്ടായ്മയിൽ ഏകദേശം 45 മെമ്പർമാർ പങ്കെടുത്തിരുന്നു. അന്ന് മുതൽ ആരംഭിച്ചതാണ് നമ്മുടെ ഈ ആശയം. അന്നത്തെ തീരുമാനപ്രകാരം ഒരു കൂട്ടായ്മ രൂപീകരിച്ച് സംഘടനയ്ക്ക് രൂപം നൽകി. അന്ന് P. ബാലൻ നായർ സാർ പ്രസിഡന്റായും ശ്രീ വടവതി രാജു സാർ സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റായി ശ്രീ ദാമോദരൻ സാറിനെയും ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ശ്രീ സുധാകരൻ സാറിനെയും ട്രഷററായി ശ്രീ KK നാരായണൻ സാറിനെയും തിരഞ്ഞെടുത്തു. ഈ കൂട്ടായ്മ കഴിഞ്ഞ 25 വർഷമായി ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്തതും നാം ഇന്ന് കാണുന്ന ഈ വിമുക്തപട ഭവൻ 2012-ൽ ഏകദേശം 12 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് നമ്മൾ ഈ കെട്ടിടത്തിനുള്ള സ്ഥലം വാങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അസ്ത്രാന്ത്ര പരിശ്രമത്തിലൂടെ നേടിയെടുത്തതാണ് ഇന്ന് കാണുന്നതൊക്കെ. ഇതിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മെമ്പർമാർക്കും ഒരുപോലെ പങ്കുണ്ട്. എല്ലാ മെമ്പർമാരും കൈയഴിഞ്ഞ് സഹായിച്ചതിൻ്റെ പേരിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ പേരിലും ഈ കെട്ടിടത്തിനെ വിമുക്ത ഭടന്മാരുടെ ആസ്ഥാന മന്ദിരമായി നമ്മൾ ഈ നാടിന് സമർപ്പിക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ സഹകരിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ശ്രീ KK നാരായണൻ സാർ, ശ്രീ സുധാകരൻ സാർ, ശ്രീ വത്സൻ സാർ, ശ്രീ രവിയേട്ടൻ, ശ്രീ പ്രേമേട്ടൻ ഇവരൊക്കെ നമ്മെ വിട്ടുപിരിഞ്ഞു. ഈ കെട്ടിടത്തിനെ മുഴുവൻ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും അവരുടെ പ്രശ്നപരിഹാരത്തിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഭാവിയിൽ ഈ കെട്ടിടം കമ്പ്യൂട്ടർവൽക്കരിച്ച് എല്ലാവരുടെയും സഹായത്തിനെത്താവുന്ന വിധത്തിലുള്ള ഒരു സ്ഥാപനമായി മാറ്റാൻ വിമുക്ത ഭടന്മാരായ നിങ്ങളെല്ലാവരും തുടർന്നും ആത്മാർത്ഥമായി സഹകരിക്കണം. മാനസികമായ ഉല്ലാസത്തിന് വിനോദയാത്രകളും മറ്റും പരിപാടികളും നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. മഹിളകൾക്ക് വേണ്ടി കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാ മഹിളമാരും മാസത്തിൽ ഒരു ദിവസം ഈ ഓഫീസിൽ വന്ന് മഹിളാ വിംഗ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുവാൻ നിർദ്ദേശിക്കുകയാണ്. പ്രായമായവരുടെയും അസുഖബാധിതരുടെയും വീടുകളിൽ പോയി ക്ഷേമം അന്വേഷിക്കുന്നതിനും ഈ സംഘടന എല്ലാവർക്കും പ്രയോജനപ്പെടും. നിലവിൽ അംഗമല്ലാത്ത വിമുക്ത ഭടന്മാർ എല്ലാവരും ഈ സംഘടനയിൽ അംഗത്വം സ്വീകരിച്ച് സംഘടനയെ ശക്തിപ്പെടുത്താനും നാട്ടിലും ജനങ്ങൾക്കും ഗുണകരമായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ സംഘടന പ്രയോജനപ്പെടും വിധം മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിനിടയിൽ ചെറിയൊരു പിശക് ദാമോദരൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ 47 ലക്ഷമാണ് തിരിച്ചു പറഞ്ഞു പോയതാണ്. ഏതാണ്ട് 47 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം ഏറ്റവും ചുരുങ്ങിയ അംഗസംഖ്യയായ 40ഓളം മെമ്പർമാർ ഉൾപ്പെട്ട് നിർമ്മിച്ചതാണ്. അതിൽ 20ഓളം മെമ്പർമാർ അന്യ സംസ്ഥാനങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. ബാക്കിയുള്ള മെമ്പർമാരുടെ പ്രവർത്തന മികവ് കൊണ്ടാണ് ഈ കെട്ടിടം ഇപ്പോഴെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത്. സ്ഥല സൗകര്യവും സാമ്പത്തിക പ്രയാസവും കാരണം വിപുലമായ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ
ബുദ്ധിമുട്ടായതിനാൽ അടുത്തു തന്നെ നമുക്ക് ഒരു കുടുംബ സംഗമം വിപുലമായ രീതിയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനും ആഗ്രഹമുണ്ട്. അതിനായി മുഴുവൻ അംഗങ്ങളും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഉദ്ഘാടന ചടങ്ങിൽ മെമ്പർമാരല്ലാത്ത അംഗങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ഈ ചടങ്ങ് ഭംഗിയായി നടത്താൻ സാധിച്ചത്. അതിൽ അവരോട് ഈ സംഘടന ഒരുപാട് കടപ്പാടും നന്ദി അറിയിക്കുന്നു. അവസാനമായി ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ ഒരു പകുതി സ്പോൺസർ ചെയ്തിരിക്കുന്നത് രമേശ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ സഹോദരി രജനി ചേച്ചിയും അവരുടെ ഭർത്താവ് രവിയേട്ടൻ്റെ ഓർമ്മക്കായി ഇന്നത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ പകുതി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഏകദേശ പ്രവർത്തന റിപ്പോർട്ട്. ഇന്നത്തെ ഈ പിണറായി യൂണിറ്റിൻ്റെ ഈ ബിൽഡിങ്ങിൽ ഉദ്ഘാടനത്തിനും മറ്റു കാര്യമായി പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യമായി ഞാൻ അവരുടെ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ മുഖ്യമായ പ്രവർത്തനത്തിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ ബിൽഡിങ്ങിന് വേണ്ടി പല പ്രാവശ്യമായി ഇവിടെ ഇന്നത്തെ ഭാരവാഹികൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ അവരുമായിട്ട് നല്ല സഹകരണം ചെയ്യാൻ സാധിച്ചുവെങ്കിലും ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയെല്ലാം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ തലശ്ശേരി താലൂക്കിൻ്റെ കീഴിൽ ഈ പിണറായി യൂണിറ്റ് എന്ത് സഹകരണങ്ങൾ വേണ്ടി വന്നാലും അത് ചെയ്തു കൊടുക്കുവാൻ താലൂക്ക് സന്നദ്ധരാണ്. ഇന്നും ഇന്നത്തെ ഈ പോലെ ഇനിയും നമ്മുടെ ഈ മുഴുവൻ നമ്മുടെ ഉദ്ഘാടകൻ മറിയമ്മ സാർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ പ്രാരംഭഘട്ടത്തിൽ വളരെ പ്രയാസമായിരുന്നു. ഇത് പല പ്രാവശ്യം നമ്മൾ ദാമോദരേട്ടൻ എന്നോട് സംസാരിക്കാൻ ആളില്ല എന്നുള്ളത് വന്നു അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങി നോക്കി ആൾക്കാർ കിട്ടും, നമ്മളെ മെമ്പർ പരിപാടി നടക്കും, അങ്ങനെ ഒരു ധൈര്യം കൊടുത്തുകൊണ്ടിട്ട് ഇന്ന് ഈ നിലയിൽ നമുക്ക് ഈ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത്. എങ്കിലും ഇന്നത്തെ അധികമായി ഞാൻ ദീർഘിപ്പിച്ചിട്ടുണ്ടോന്നില്ല. ഈ കാര്യമായ പരിപാടിയിൽ ഇന്നത്തെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകളോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. യൂണിറ്റ് പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ന് ഈ ബിൽഡിങ് ഇന്ന് കാണുന്ന മാതിരി നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടുത്തെ ചുരുക്കം ചില മെമ്പർമാരുടെ അശ്രാന്ത പരിശ്രമം മൂലമാണെന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ. നമ്മുടെ താലൂക്കിലെ വളരെ കുറഞ്ഞ സ്ട്രെങ്ത്തുള്ള ഒരു യൂണിറ്റാണ് പിണറായി യൂണിറ്റ്. താലൂക്കിൽ ഏകദേശം 8ഓളം യൂണിറ്റുകളുണ്ട്. അതിലുള്ള മേജർ യൂണിറ്റാണ് തലശ്ശേരി യൂണിറ്റ്, രണ്ടാമത് പാനൂരാണ്, മൂന്നാമത് ധർമ്മടാണ്. സ്ട്രെങ്ത്ത് കൊണ്ട് വളരെ കുറച്ചാണ് പിണറായി യൂണിറ്റ്. അപ്പോൾ പിണറായി യൂണിറ്റ് അതും 10-20 ആൾ പുറത്താണ്. ആകെയുള്ള ഒരു 10-12 പേര് അവരുടെ അക്ഷീണ പരിശ്രമം കൊണ്ട് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അസാധ്യമായ സംഗതികൾ സാധ്യമാക്കുന്നതിനുള്ള വലിയൊരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. അതും വളരെ ചിന്തയോടുകൂടി ഒരു മുൻവിധിയോടുകൂടിയുള്ള ഒരു ബിൽഡിങ്ങാണിത്. സാധാരണ ഒരു ബിൽഡിംഗ് അല്ല. താഴെ ഒരു ക്വാർട്ടേഴ്സാണ്, മേലെ ഓഫീസുകളാണ്. അപ്പോൾ ഒരു സ്ഥിര വരുമാനം അവരെ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. രണ്ടാമതായിട്ട് സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുമാതിരി മഹിളാ വിങ് വളരെ ശക്തമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ മഹിളയുടെ ഒരു പ്രവർത്തനം കൂടി നമ്മൾ ഇതിനൊരു മുതൽക്കൂട്ടാണ്. ഇപ്പോൾ ഒരു 3-4 ദിവസം മുന്നേ ദാമോദരേട്ടനും സുനിയൊക്കെ നമ്മളെ തലശ്ശേരി യൂണിറ്റ് സന്ദർശിക്കുകയുണ്ടായി. അവരാദ്യം കയറിയ പാട് തന്നെ അവർക്കെല്ലാം ഒരു മതിപ്പാണ് തോന്നിയത്. ഒരു ഭാഗത്ത് നമ്മളെ സെക്രട്ടറി ഈ അവസരമായി നിൽക്കുന്നവരും മറ്റുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് മാതിരി അവിടെ ആൾക്കാരെ സമീപിച്ച് അവിടെ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ട്രഷറർ അവരെ വർക്ക് ചെയ്യുന്നു, ഒരു ഭാഗത്ത് കമ്പ്യൂട്ടറിൽ നമ്മളെ ഒരു ഹെൽപ്പ് ഡെസ്ക് വർക്ക് ചെയ്യാന്ന്, വനിതകളൊരു 3-4 പേര് അവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഇവർ താലൂക്ക് ഓഫീസിൽ പോയ പോലെ അവർ തോന്നിയിട്ടുണ്ടാവുക. അതിനോട് ചോദിച്ചു, ഇതൊക്കെ ഞാൻ പറയും ഇതൊക്കെ നമ്മളിവിടുത്തെ സ്റ്റാഫാണ്. എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മളെ അവിടെ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷകരമായ രീതിയിൽ നമ്മുടെ ആശയവിനിമയം തമ്മിലുള്ള നമ്മളെ പ്രശ്നങ്ങളൊക്കെ അവിടെ ആശയവിനിമയം നടത്തി അതിനൊരു പ്രതിവിധി കണ്ടെത്തുകയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇതൊരു മാസത്തിലൊരു മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ അടുത്ത മാസം ഒരു മീറ്റിംഗ് എന്ന നിലയിലാവാതെ
മഹിളാവൊക്കെ രൂപീകരിച്ച് നമ്മുടെ മറ്റുള്ള യൂണിറ്റ് പ്രവർത്തകരൊക്കെ ഒരു ഡിസ്കഷൻ ചെയ്യുന്ന രൂപത്തിൽ എല്ലാ തിങ്കളാഴ്ചയോ ഒരു 10 മണിക്ക് ഒന്ന് ഒരു ഡിസ്കഷൻ ചെയ്ത് ഇതിനെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ്മയും അതിനൊരു ശക്തമായ ഒരു അടിത്തറയും ഉണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. അതിപ്പം തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പല ക്ലാസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ തിരുവാതിരയൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുടുംബസംഗമത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ നമുക്ക് എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാവും. അത് നമ്മളെ ഹെൽത്തിന് തന്നെ വളരെ നല്ലതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. രണ്ടാമത് നമ്മുടെ സംഘടനയുടെ വത്സട്ടം സൂചിപ്പിച്ച മാതിരി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ECHSനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിൽ ഞാനും വത്സാട്ടിനും പോയിരുന്നു. ഏകദേശം മിഷൻ ഹോസ്പിറ്റൽ ആവേണ്ട എല്ലാ ഘട്ടത്തിലും അവർ ഹോസ്പിറ്റലിൽ സന്നദ്ധ. പക്ഷെ നമ്മുടെ ECHSൻ്റെ അധികാരികളുടെ ഈ പേപ്പർ വർക്ക് അത് ഇവർക്ക് താങ്ങാനാകുന്നില്ല. അത് അറിയുന്ന ആളുമില്ല. ഇപ്പോൾ റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അത് ECHSൻ്റെ റീജിയണൽ സെൻറ്ററിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട് എന്നല്ലാതെ ആ ഒരു ഗുണം ആസ്പത്രിക്കാർക്ക് കിട്ടിയിട്ടില്ല. അറിയാലോ, ഇപ്പോഴത്തെ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിലെല്ലാം ഭീമമായ തുകയാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മിഷൻ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണാൻ പോയാൽ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആ ഫീസ് പറയുന്നില്ല. പുറത്ത് കോർഡിനേറ്റർ ഉണ്ട്, അവർ പറയുന്നത്. ഈ കോർഡിനേറ്റർ അവർ റേറ്റ് പറയും 3 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യാണ്. അങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത്. ആ പൈസയുടെ മലബാർ മേഖലയിൽ പ്രത്യേകിച്ചിട്ട് എല്ലാത്തിനും ഭയങ്കര പൈസയാണ്. അപ്പം നമ്മുടെ ഈ മലബാർ മേഖലയിലെ ECHSൻ്റെ ഇത്ര കാര്യമായ വിഷമങ്ങളിലൊന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് മിഷനായാലും ശരി മിംസ് ഹോസ്പിറ്റലായാലും ശരി ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല. ഇപ്പം സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നമ്മുടെ ശക്തി തെളിയിക്കുന്നൊരു മഹാസംഭവം ഫെബ്രുവരി 14 കോഴിക്കോട് വെച്ച് നടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞു കാണും, വാട്സപ്പിലൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രകടനം നമ്മൾ ECHSനെ പറ്റിയിട്ട് കണ്ണൂർ നടത്തിയിരുന്നു. അതിലും ഗംഭീരമായിട്ട് ഈ പ്രകടനം നമ്മൾ മാനാഞ്ചിറ മൈതാനത്ത് തൊട്ടിട്ട് കോഴിക്കോട് ബീച്ചിലേക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഒരു ശക്തിയായിട്ട് നമ്മൾ മാറണം. അതായത് ഇവിടുത്തെ പ്രതിനിധികൾക്ക് KSSL ഒരു ശക്തിയാണെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മളെ കടമയാണ്. അന്നെങ്കിൽ നമുക്ക് അതിനൊരു വാല്യൂ കിട്ടും. ഇവരെത്ര ആളുണ്ടെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവരെ പ്രവർത്തകർ നമ്മുടെ സംഘടനയുടെ ശക്തി ഇവർക്ക് ഇത്ര ശക്തി ഉണ്ട് എന്നുള്ളത് മറ്റുള്ള അധികാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫെബ്രുവരി 14 ഒരു നമ്മൾ ബസ്സൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ പിണറായി പറഞ്ഞിട്ടുണ്ട്. തലശ്ശേരി യൂണിറ്റ് ബസ്സുണ്ട്, പാനൂരിൽ നിന്ന് ബസ്സുണ്ട്, ചതിരൂർ ധർമ്മടം ഇതൊക്കെ കൂടി ഒരു ബസ്. അപ്പോൾ ഒരു 3-4 ബസ്സിൽ നമ്മൾ പോയി അതൊരു 11 മണിക്കൂർ പുറപ്പെട്ടാലും മതി. ഒരു ടൂർ പോകുമ്പോൾ പോയി അവിടുന്ന് പങ്കെടുത്ത് അപ്പോൾ തിരിച്ചു വരണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ അവസരത്തിൽ നടത്തുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഹാർദവവും ഊഷ്മളമായ ആശംസ അർപ്പിക്കുന്നു. നന്ദി. ഏതൊരു വ്യക്തിക്കും കുടുംബത്തിനും ഒരു വീടെന്നതുപോലെ ഏത് സംഘടനക്കും പ്രവർത്തിക്കാൻ കുറഞ്ഞത് അവരുടെ ഭരണസമിതിയുടെ അംഗങ്ങൾക്കെങ്കിലും ഒത്തുചേരുന്നതിനും അവരുടെ പ്രവർത്തനം ഏകീകരിപ്പിക്കാൻ ഒരു സ്വന്തമായൊരു ഇടം അത്യാവശ്യമാണ്. ആ ഒരു ആഗ്രഹമാണ് ഇന്ന് പിണറായി യൂണിറ്റ് സഫലമാക്കിയിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഒരു സുദിനം കൂടിയാണ് ഇന്ന്. അവരുടെ ദീർഘകാലമായ ശരിക്കും തന്നെ 1999 മുതൽ തുടങ്ങിയ യൂണിറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും ഇത്ര കുറഞ്ഞ മെമ്പർമാരുള്ള, എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർമാരുള്ള ഒരു യൂണിറ്റാണ് ഇതാണെന്ന് തോന്നുന്നത്. ഇങ്ങനത്തെ ഒരു യൂണിറ്റിന് തലശ്ശേരി ടൗണിൽ പിണറായി ടൗണിൽ നിന്ന് വളരെ ദൂരെയല്ലാത്ത, അതേസമയത്ത് ടൗണിൻ്റെ യാതൊരു ഒച്ചപ്പാടും ബഹളവും പൊടിപടലങ്ങളും ഇല്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇതുപോലത്തെ മനോഹരമായൊരു ബിൽഡിങ് ഇത്രയും കുറഞ്ഞ ആളുകളെ വെച്ചുകൊണ്ട് ഇത് നിർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞത് ഇതൊരു മിറാക്കിൾ തന്നെയാണ്. ഇത് സാധാരണ നമുക്ക് എക്സ് സർവീസുമാരുടെ സംഘടനകൾ ഒരുപാടുണ്ടെങ്കിലും ഞങ്ങളെ പാനൂരിൽ തന്നെ ഒരുപാട് മെമ്പർമാരുണ്ട്. ഇതിൻ്റെ എത്രയോ ഇരട്ടി മെമ്പർമാരുണ്ട്. പക്ഷേ ഇന്നും ഞങ്ങളെ ഒരു ഓഫീസ് ഒരു കടമുറി മാതിരി തന്നെ. പക്ഷേ ബസ് സ്റ്റാൻഡിലാണ് എല്ലാവർക്കും പോയി വരാൻ സൗകര്യമുണ്ടെന്നല്ലാതെ യാതൊരു സൗകര്യമില്ലാതെ ഞങ്ങളുടെ വർഷങ്ങളായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. പക്ഷേ ഇന്ന് പിണറായിയിലെ ഈ ചെറിയ യൂണിറ്റ്
ചെറിയ യൂണിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആളുകളുടെ എണ്ണം മാത്രമേ ചെറുത്. ഇത്രയും ഭാഗത്തായ ഒരു വലിയൊരു യൂണിറ്റാണ് പിണറായി യൂണിറ്റ്. ഈ യൂണിറ്റിന് ഇങ്ങനത്തെ ഒരു ബിൽഡിങ് കെട്ടി പെടുത്തതിൽ ഇതിൻ്റെ ആരംഭകാലം മുതൽ ഇന്ന് വരെയുള്ള ഇതിൻ്റെ ഭാരവാഹികൾക്കും അതിന് സാധ്യമാക്കാൻ എല്ലാ സഹായ സഹകരണം നൽകിയ ഈ പിണറായിയിലെ എല്ലാ യൂണിറ്റ് മെമ്പർമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പാനൂർ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ ഈ ഉദ്ഘാടന സമാഹരണ യോഗത്തിന് പങ്കെടുക്കാൻ എൻ്റെ യൂണിറ്റ് പ്രതികരിച്ച് എനിക്ക് അവസരം തന്ന ഈ യൂണിറ്റ് പ്രസിഡന്റ് ദാമോദരൻ സാറിനും ഈ യൂണിറ്റ് ഭാരവാഹികൾ നന്ദി അറിയിക്കുന്നു. പിണറായിയിലെ എല്ലാ മികത്തന്മാരുടെയും ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒത്തുചേരാനും അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് വേണ്ടത് ചെയ്യാനും അവരുടെ മാനസികവും ശാരീരികവുമായുള്ള ഉല്ലാസത്തിനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാനുള്ള ഒരു വഴിയായി, അതായത് ഒരു പടവ് ഇതായി ഈ മന്ദിരം, ഈ ഓഫീസ് പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കെട്ടിടം ഇതൊരു കെട്ടിടമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഭവനമാണ്. നമ്മുടെ വിമുക്ത ഭടവന്മാരുടെ കുടുംബങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും വന്നു ചേർന്ന് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനും സഹായങ്ങൾ അന്യോന്യം പങ്കുവെക്കാനും ഉള്ള ഒരു വേദിയായി ഈ ഒരു ഭവനം എന്നും ഇവിടെ ഉണ്ടാവും. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും മൊത്തമായും ഒരു നന്ദി പറയുകയാണ്. നമ്മുടെ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പല വ്യക്തികളെയും അന്വേഷിച്ചിരുന്നെങ്കിലും നമുക്ക് ഏറ്റവും അനുയോജ്യനായി തോന്നിയത് നമ്മുടെ തന്നെ ഈ സംഘടനയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായ ശ്രീ വത്സരാജ് മടയമ്പത്ത് അവർകളെയാണ്. അദ്ദേഹം നമുക്ക് ഇതിൻ്റെ ആരംഭഘട്ടം മുതൽ വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ തരികയും എല്ലാ സമയത്തും വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദ്യമായി നന്ദി അറിയിക്കുന്നു. നമ്മുടെ അധ്യക്ഷൻ ശ്രീ രാമാരേട്ടൻ, അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതലേ, ഞാനിതിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ ഉള്ളൊരു മെമ്പറാണെങ്കിലും എനിക്കിതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയത് ഈ അടുത്ത കാലത്താണ്. പക്ഷേ രാമാരേട്ടനായിട്ട് ഞാൻ വളരെ കാലം മുതലേ നേരത്തെ ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം അദ്ദേഹം ഇറങ്ങി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഓരോരുത്തരോട് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ എപ്പോഴും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാമാരേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഈ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു കെട്ടിടം ഈ നിലയിൽ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത്. ഇന്ന് രാവിലെയും കൂടി രാമാരേട്ടൻ സ്വന്തം നിലയിൽ കുറച്ച് പരിപാടികളോട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഈ സ്ഥലം എടുക്കുന്നത് മുതൽ ഇങ്ങനെ ഈ കെട്ടിടം നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്ന് ഇന്ന് ഈ ഉദ്ഘാടനം നടക്കുന്ന സമയം വരെ ഈ ഒരു കെട്ടിടം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് എന്നുള്ള രീതിയിൽ മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ സഹായിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മുന്നിട്ട് നിന്ന് ഒരു കാര്യം നടത്തുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. നമ്മൾക്കൊരു സംഘടന ഉണ്ടായതുകൊണ്ട് മാത്രം ഇങ്ങനത്തെ ഒരു കെട്ടിടമൊന്നും ഉണ്ടായി വരണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിനും നന്ദി പറയുകയാണ്. അടുത്തതായി നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുള്ള നമ്മുടെ താലൂക്ക് പ്രസിഡന്റ് ശ്രീ ജയപ്രകാശ് അവർകൾ, അദ്ദേഹവും നമ്മുടെ ഈ അടുത്ത കാലത്ത്, ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അടുത്ത കാലത്താണ്, അദ്ദേഹവും പലപ്പോഴായിട്ട് ഇവിടെ വരികയും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പല ഘട്ടങ്ങളിലും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരികയും അതുപോലെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്തിട്ടുണ്ടായി. അദ്ദേഹത്തിനും ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ യൂണിറ്റിൻ്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിട്ട് അധികമൊന്നും ആയില്ലെങ്കിലും എൻ്റെ സുഹൃത്തും എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളവരുമായ സുനിൽകുമാർ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിനും നന്ദി പറയുകയാണ്.
ഇവിടെ ആശംസകൾ അർപ്പിച്ചിട്ടുള്ള മറ്റ് പ്രധാന വ്യക്തിത്വങ്ങളായ ശ്രീ വിജയേട്ടൻ, ശ്രീ ശ്രീധരേട്ടൻ, ശ്രീ കെ രൂപേഷ് എന്നിവരെയും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്, എൻ്റെ സ്വന്തം പേരിലും ഈ യൂണിറ്റിൻ്റെ പേരിലും. ഇവിടെ നമുക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി നേരത്തെ ഏറ്റിരുന്ന ശ്രീ നമ്മുടെ GC മെമ്പറായിരുന്ന ശ്രീ CM രതീശൻ അവർകൾ, തലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി ശ്രീ വിജയചന്ദ്രൻ അവർകൾ, നമ്മുടെ ധർമ്മ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രകാശൻ, കൂത്തുപറമ്പ് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ്, കരിയാട് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ PEB നമ്പ്യാർ, പടുവല യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ മോഹനൻ IP എന്നിവരെയും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അവർക്ക് ചില തിരക്കുകൾ കാരണം വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഈ പരിപാടി ഉദ്ഘാടനത്തിൻ്റെ വേദിയിൽ നമ്മൾ പലപ്പോഴായി പോയി നേരിട്ട് ക്ഷണിക്കുകയും ഫോൺ മുഖാന്തരം ക്ഷണിക്കുകയും ചെയ്തിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങളല്ലാത്തവരും അവരുടെ കുടുംബാംഗങ്ങളെയും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല. പിണറായി വെസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ശ്രീ മാധവ സ്മാരക വായനശാലയിൽ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയാണ് പരിപാടി. അവിടെ വെച്ചിട്ടാണ് ഈ പ്രായമുള്ള ആളുകൾക്ക് പാട്ട് പഠിക്കാനും നൃത്തം ചെയ്യാനൊക്കെയുള്ള അവസരം ഉണ്ടായത്. അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിച്ചതാണ്. അവിടെ ഞാൻ എൻ്റെ വകയിൽ ഒരു ചെറിയൊരു പാട്ടുകൂടി അവതരിപ്പിക്കാം. വരുമെന്ന ചിന്ത മനസ്സകം വേണം വെടിഞ്ഞോ അകന്ത, വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം, വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസ്സകം വേണം വെടിഞ്ഞോ അകന്ത, വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം, സുഖങ്ങളെ തേടി ദുനിയാവ് നേടി മറന്നല്ലോ മാതാപിതാക്കളെ പ്രീതി, ഒഴിവാക്കി മെല്ലെ പാടിയിറക്കുന്നു ചലിക്കുന്ന ഭീതി അതിലുണ്ട് നീതി, ഇളങ്കുഞ്ഞു നാളിൽ കരം പിടിച്ചെന്നും നടത്തിച്ചു നിന്നെ പിതാവെന്ന ത്യാഗം, സഹനത്തിൽ കാവേ പ്രസവത്തിൽ നോവേ സഹിച്ചുമ്മയേറെ നിനച്ചു കിനാവേ, തളരാതെ നിന്നെ വളർത്തിയ കൈകൾ തളർന്നപ്പോൾ കാണാൻ എവിടെ നിൻ കൈകൾ, ഇളഞ്ചുണ്ടിൽ പണ്ടേ ചുടുമുത്തമേകി ഇശൽ കോർത്ത് ഉമ്മ തരാട്ട് പാടി, ഇരപ്പകൽ നിന്റെ വളർത്തേയും നോക്കി ഉറങ്ങാതെ കൂട്ടായി തഴുകി തലോടി, വൃദ്ധസദനത്തിൽ അകത്താളം തേങ്ങി വിധിയത്ര ക്രൂരൻ ഹൃദയം നുറുങ്ങി,
വളർത്തിയ പൂക്കൾ തനിച്ചാക്കി പോയി, തിരക്കാണ് പോലും തിരിഞ്ഞൊന്ന് നോക്കാൻ. നിനക്കില്ലേ പൂമക്കൾ, അവൾ വളരില്ലേ, പിടിനാളെ നിന്നെ പിടികൂടുകില്ലേ. പകുത്തുള്ള സ്നേഹം തിരിച്ചു കിട്ടാതെ തളർന്നൊരു നാളിൽ നീ കരയില്ലേ. വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത, മനസ്സകം വേണം വെടിഞ്ഞോ അഹന്ത. വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ പഠിക്കുന്ന നിന്നിൽ വരുമൊരു കാലം. താങ്ക് യു. ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യക്ക് നാമജപം ഹരിനാമജപം. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം. മുറ്റത്തെ കിണറ്റിൽ കുളിർവെള്ളത്തോട് മുത്തും പളങ്കും തോൽക്കേണം. മുറ്റത്തെ കിണറ്റിൽ കുളിവെള്ളത്തോട് മുത്തും പളങ്കും തോൽക്കേണം. കാലികൾ കൂടമണി ആട്ടുന്ന തൊഴുത്തിൽ കാലം വീടുപണി ചെയ്യണം. സൗന്ദര്യമേൽക്കൂരമേയു വീട്ടിൽ സൗഭാഗ്യം പിച്ച വെച്ചു നടക്കേണം. സൗന്ദര്യമേൽക്കൂരമേയു വീട്ടിൽ സൗഭാഗ്യം പിച്ച വെച്ചു നടക്കേണം. മക്കളീ വീട്ടിൽ മയിൽപ്പീലി മെത്തയിൽ മൈഥിലിമാരായി വളരേണം. മക്കളീ വീട്ടിൽ മയിൽപ്പീലി മെത്തയിൽ മൈഥിലിമാരായി വളരേണം.
അവരുടെ സ്വയംവര പന്തലൊരുക്കാൻ കലയും കമലയും പോരേണം. വരദാനം പൂക്കളമെഴുതുമി വീട്ടിൽ വസന്തങ്ങൾ താലമേന്തിരിക്കണം. വരദാനം പൂക്കളമെഴുതുമി വീട്ടിൽ വസന്തങ്ങൾ താലമേന്തി നിൽക്കണം. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യക്ക് നാമജപം ഹരിനാമജപം. താങ്ക് യു. ില്ലാതെ ആൾത്തറയിൽ വാഴും ഓങ്കാരമൂർത്തിയോ ചിറയിൽ, പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ. ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷി കാവുണ്ട്, കൽച്ചിറയുണ്ടിവിടെ. ചിത്തത്തിലോർത്ത് പഠിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. ചിത്തത്തിലോർത്ത് പഠിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആദരയിൽ വാഴും പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ. മുടന്തനും കുരുടനും ഊമയും ഈ വിധ ദുഃഖിതരായവരും നൊന്തു വിളിത്തുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈ തൊഴുന്നേ. നൊന്തു വിളിത്തുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈ തൊഴുന്നേ. അമ്പലമില്ലാതെ ആകരയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അരുവിയാകിലും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാം. വെള്ളിക്കുന്നും ചുടലത്താടും വിലാസ നർത്തനരംഗങ്ങൾ. കുടുക്കിൽ ഉണരും ഓങ്കാരത്തിൽ ചൂടുകൾ ചടിലമായി ഇളകുന്നു. സംഹാര താണ്ഡവമാടുന്ന നേരത്തും ശൃംഗാര കേളികളാടുന്നു. കാമനെ ചുട്ടൊരു കണ്ണിൽ കനലല്ല, കാമമാണിപ്പോ ജ്വലിപ്പതെന്നോ. കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ.
കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കള്ളൻ, ഒളിസേവ ചെയ്യുന്നു മുക്കള്ളൻ. അമ്പലമില്ലാതെ ആർക്കരയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മഴയത്തും വെയിലത്തും പോവരുതേ, നീ നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോവരുതേ, നീ നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴല് പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലെ നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ. പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാ